എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ ഒട്ടേറെ നൂതന പദ്ധതികൾ കിഫ്ബിയിലൂടെ ആവിഷ്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂർ ബൈപ്പാസ്. 25 വർഷമായി പെരുമ്പാവൂർ ബൈപ്പാസ് എന്നുള്ള ആശയം മുന്നോട്ട് വന്നിട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ഒരു നഗരമാണ് പെരുമ്പാവൂർ. അവിടെയാണ് പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ പ്രസക്തി. ഇപ്പോൾ 4 കിലോമീറ്റർ വരുന്ന പെരുമ്പാവൂർ ബൈപ്പാസ്, അത് മരുതി ജംഗ്ഷൻ മുതൽ പാലക്കാട്ട് താഴം വരെ അതിൻ്റെ ആദ്യ ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 131 കോടി രൂപയാണ് ഈ ഇനത്തിൽ നമ്മൾ ചിലവഴിക്കുന്നത്. സെക്കൻഡ് ഫേസുമായി ബന്ധപ്പെട്ട് ഏകദേശം അത്രയും അതിൽ കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരും. അത് കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഒട്ടേറെ കാര്യങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. വിദ്യാലയങ്ങൾ, അതോടൊപ്പം തന്നെ റോഡുകൾ, അതോടൊപ്പം തന്നെ ബൈപ്പാസുകൾ, അങ്ങനെ നിരവധി മേഖലകളിൽ കിഫ്ബിയുടെ പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഉദാഹരണമാണ്. പെരുമ്പാവൂരിൽ തന്നെ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് ഏകദേശം 11 കിലോമീറ്റർ വരുന്ന റോഡ് നിർമ്മിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അത് 23 കോടി രൂപ മുടക്കിയിട്ടാണ് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികൾ, കീഴലം പാണേലിപ്പോര് റോഡ്, അത് കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഏകദേശം 24 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ആ റോഡ് നിർമ്മിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു വിദ്യാലയം, 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. അത് 5 കോടി മുടക്കി അന്താരാഷ്ട്ര ലെവലിൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ക്ലാസ് റൂമുകൾ തയ്യാറാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പോളിടെക്നിക്കായി കൂവപ്പടി ഗവൺമെൻറ് പോളിടെക്നിക് മാറിയിരിക്കുകയാണ്. അവിടെ ഏകദേശം 40 കോടി രൂപയോളമാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ മുടക്കിയത്. ITI പെരുമ്പാവൂർ, അത് നെടുങ്കപ്രയാണ്. അവിടെ 5 കോടി മുടക്കി നെടുങ്കപ്ര ITIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു. 3-4 സ്കൂളുകൾ, അത് 1 കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കിഫ്ബിയിലൂടെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പെരുമ്പാവൂരിലെ പല കാര്യങ്ങളിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്.
ഇനിയും നൂതനമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.